ലവ് ജിഹാദി പരാമർശം നടത്തിയ ബി നേതാവ് പി.സി. ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരികയാണ്. കേരളത്തിൽ മീനച്ചി താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികൾ നമുക്ക് നഷ്ടമായി എന്നാണ് ജോർജ് പൊതുപരിപാടിയിൽ പ്രസംഗിച്ചത്. ചാനലിൽ വന്ന പ്രസംഗത്തിൽ യൂട്യൂബ് ലിങ്കാണ് തെളിവായി പരാതിയോടൊപ്പം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ഒരു കേസ് പോലും ലവ് ജിഹാദിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് പി.സി. ജോർജ് കള്ളം മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തു. എല്ലാ മതസ്ഥരും ഐക്യത്തോടെ കഴിയുന്ന കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കുകയും മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുകയും ഒരു മതവിഭാഗത്തെ കള്ളപ്രചരണത്തിലൂടെ ഒറ്റപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ജോർജിനെതിരെ 153A, 195A, 298, 505 വകുപ്പുകൾ ചേർത്ത് കേസുകൾ എടുക്കണമെന്നും ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമാദാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മീനച്ചി താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിൽ നഷ്ടപ്പെട്ടുവെന്നാണ് ജോർജ് ഒരു പ്രസംഗത്തിൽ പറയുന്നത്. അതിൽ 41 പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെൺകുട്ടികളെ 24 വയസ്സിന് മുമ്പ് കെട്ടിച്ചയക്കണമെന്നും പി.സി. ജോർജ് പറയുന്നുണ്ട്. പാലായിൽ നടന്ന ലഹരി വിരുദ്ധ സമ്മേളനത്തിലായിരുന്നു ജോർജിന്റെ വിവാദ പരാമർശം ഉയർന്നു വരുന്നത്. 400ഓളം കുഞ്ഞുങ്ങളെയാണ് മീനച്ചി താലൂക്കിൽ മാത്രം ലവ് ജിഹാദ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. 41 എണ്ണത്തിന് മാത്രമാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. ഇന്നലെയും 25 വയസ്സുള്ള ഒരു കൊച്ചിനെ കാണാതായി. 25 വയസ്സ് വരെ ആ പെൺകുട്ടിയെ കെട്ടിച്ചു വിടാത്ത അപ്പനിട്ടാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. എന്തിനാണ് 25-30 വയസ്സ് വരെ പെൺകുട്ടികളെ കെട്ടിക്കാതെ വെക്കുന്നത്? 24 വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനുള്ള മര്യാദ കാണിക്കണം. 25 വയസ്സുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. ആ പെൺകുട്ടികൾക്ക് ആണുങ്ങളെ കാണുമ്പോഴും സന്തോഷം തോന്നും. ഇത് റിയാലിറ്റിയാണ്. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാണ്. ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയായിരുന്നു പി.സി. ജോർജിന്റെ പ്രസംഗം.